ഹായ് ഹലോ. അപ്പം കുവൈറ്റിൽ നിന്ന് അനുവാണ്, അനു വ്ളോഗാണ്. അപ്പം ഒരു ചെറിയ സഹായം നിങ്ങളോട് ആവശ്യപ്പെടാനാണ് ഞാനിപ്പോൾ വന്നത്. ഇത് നമ്മുടെ യൂട്യൂബിൽ മിക്കവാറും ഉള്ളവരുടെ ലൈവിൽ വരുന്ന ഒരു ചേച്ചിയാണോ പെണ്ണാണോ അറിയില്ല. ഇത് അപ്പം മീരെന്നാണ് പേര്. 2 കാലിന്റെ ഉപ്പൂറ്റി ഇല്ല പുള്ളിക്ക്. അപ്പൊ ആ 2 കാലിന്റെ ഉപ്പൂറ്റിയിൽ മാംസമൊന്നുമില്ല, നടക്കാനൊക്കെ നടക്കുന്നില്ല. മുട്ടുകാലിലാണ് പുള്ളി, എഴിഞ്ഞാണ് നടക്കുന്നത്. അപ്പൊ ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് എന്റെ ലൈവിൽ വന്നിട്ട് ഒരു സഹായം ചോദിച്ചു. സഹായം എന്ന് വെച്ചാൽ പൈസ ചോദിച്ചില്ല. എനിക്ക് എന്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. പറ്റുന്നവരപ്പം നടണ്ട മീരാന്ന് കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ അവരുടെ ഇത് അടിച്ചു നോക്കിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് സഹായിച്ചാൽ മതി. 100 രൂപയെങ്കിൽ 100 രൂപ നമ്മളെ കൊണ്ട് പറ്റുന്നവരൊന്ന് സഹായിക്കുക. ഞാൻ പിന്നെ എനിക്ക് ശമ്പളം കിട്ടാറായില്ല. ശമ്പളം കിട്ടുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത് 100എങ്കിൽ 100, 500എങ്കിൽ 500, അങ്ങനെ എനിക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം, എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ അവരെ ഞാൻ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, എന്റെ നല്ലവരായ സുഹൃത്തുക്കളെ, പറ്റുന്ന ഒരു 50 രൂപയെങ്കിൽ 50, 100എങ്കിൽ 100, അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് മതി. കോടികളോ ലക്ഷങ്ങളോ കൊടുക്കണ്ട. അവർക്ക് ചായ കുടിക്കാനോ, അവർക്ക് ബസ്സിൽ ഹോസ്പിറ്റലിൽ പോവാനോ, അവരിപ്പോ ഹോസ്പിറ്റലിൽ അവിടെ റൂം എടുത്താ കഴിയുന്നത്, അതിൽ പോലും കൊടുക്കാൻ പൈസ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറ്റുന്നവരും സഹായിക്കുക. ഇതാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, അവരുടെ പേര് ഇവിടെ നല്ലോണം കൊടുത്തിട്ടുണ്ട്, മീര വ്ളോഗ് എന്നാണ്. അപ്പം പറ്റുന്നവരും സഹായിക്കണേ പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്. എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാനില്ലാത്തോണ്ടാണ് കേട്ടോ. അപ്പോഴ് എന്താന്ന് വെച്ചാൽ നിങ്ങള് ചെയ്യുക. പിന്നെ പുള്ളിക്കാരത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് അനാവശ്യം ഒന്നും പറയല്ലേ, എനിക്ക് ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് കെഞ്ചുന്നത്, ഇങ്ങനൊരു എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പർ ഇടുന്നത്. അതുകൊണ്ട് ആരും അനാവശ്യമായിട്ട് ഒന്നും പറയാൻ മെസ്സേജ് ഇടല്ലേന്ന്. അപ്പൊ അതുകൊണ്ട് ആരും നമ്മുടെ മലയാളികൾ നല്ലവരാണെന്ന് പറയിക്കണം. ഒന്നും കൊടുത്തില്ലേലും ആ നമ്പറിൽ വിളിച്ച് ശല്യം ചെയ്യരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എല്ലാരോടും നന്ദി. ഇതൊന്ന് ഷെയർ ചെയ്താൽ പാവത്തിന് ആരെങ്കിലും കൊടുക്കുന്നവരെന്തെങ്കിലും കൊടുക്കും. അപ്പം ഞാൻ വെക്കുവാണ്. ഓക്കെ, ബൈ ബൈ.